ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ആബിഗേൽ എന്ന് പറഞ്ഞൊരു ഹൊറർ മൂവി കാണാനായിട്ട് വീണ്ടും PVR ഫോർമോളിൽ വന്നേക്കണേണ്. ഇന്ന് സ്ക്രീൻ 7 ആണ് കേട്ടോ, PXL അല്ല. സ്ക്രീൻ 1 2, സ്ക്രീൻ 3, അങ്ങോട്ടേക്ക് സ്ക്രീൻ 4 PXL, സ്ക്രീൻ 6 7 ഇവിടെ, സ്ക്രീൻ 5 ഇതവിടെ. അപ്പം ഞാൻ ഇവിടെ 7ലാണ്. മമ്മൂക്കയുടെ ഫോട്ടോ സൈഡിൽ സ്ക്രീൻ 7ലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു ഫ്രഷ് വൈബായിരുന്നു കേട്ടോ. ഇതുവരെ കാണാത്തൊരു പേർപ്പിൾ കളർ സ്കീമിലുള്ള ഒരു തിയേറ്റർ. ഐമാക്സ് ട്രിവാൻഡ്രം PXL കൊച്ചിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഫെർക്കോ ബ്രാൻഡഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അടിപൊളി സീറ്റ്സ് ആണ് കേട്ടോ. J1 വീൽ ചെയർ സീറ്റിംഗ് ആണ് എൻ്റെ നേരെ സൈഡിലുള്ളത്. വളരെ പ്രീമിയം വൈബുള്ള ഒരു തിയേറ്റർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ ലേസർ അല്ല എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ അല്ല, 7.1. എന്നാലും ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇന്റർവെൽ ആയപ്പോഴേക്കും ഞാനൊരു 99 റുപ്പീസ് ഓഫറിൽ കിടക്കുന്ന മിനി ബർഗർ ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ലായിരുന്നു. വെജീസ് ഒക്കെ ഫ്രഷ് ആയിരുന്നു, പക്ഷേ പാറ്റി ഫ്രോസൺ ആയിരുന്നു. ടിക്കറ്റ് പ്രൈസ് 129 ആയിരുന്നു. ആ പൈസക്ക് ഇത് ഭയങ്കര മുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും സിനിമയുടെ അഭിപ്രായം വീട്ടിൽ എത്തിയിട്ട് പറയാം. ആബിഗേൽ കണ്ട് വീട്ടിലെത്തി. ആബിഗേലിന്റെ ഡയറക്ടർ മാറ്റ് ബെറ്റിനെലി ഒൽപിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ആളിതിന് മുന്നേ VHS പാർട്ട് 1, 2, സ്ക്രീം 2023 ഇറങ്ങിയ സ്ക്രീം 6 ഇതൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഓൾറെഡി ഹൊറർ പടങ്ങൾ ഒരുപാട് എടുത്തിട്ടുള്ള ആളാണ്. സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. ആ ആക്ട്രസ് തന്നെയാണ് ഇതിനകത്തെ മെയിൻ നടി മെലീസ ബെരേര എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരിയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ ഈ കുട്ടിയുടെ ആക്ടിങ്, കുട്ടിയുടെ പേര് അലീഷ വിയർ എന്നാണ്. പിന്നെ നമ്മുടെ ഡാൻ സ്റ്റീവൻസ് ഉണ്ട്, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഗോഡ്സില ദ ന്യൂ എംപയറിലൊക്കെ ഉള്ള മച്ചാൻ. അതിനകത്ത് മറ്റേ ഹവായൻ ഷർട്ടൊക്കെ ഇട്ട് പല്ലൊക്കെ ഉരമഞ്ഞാണല്ലോ മച്ചാനൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ ഒരു പ്രധാന കഥാപാത്രത്തിലൊരു നടൻ ടുവേർഡ്സ് ലാസ്റ്റ് വരുന്നുണ്ട്. ആ കഥാപാത്രം ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇതൊരു ഹൊറർ സിനിമയാണ്. A-rated മൂവിയാണ്. സിനിമ A-rated ആയതുകൊണ്ട് തന്നെ 18+ ആൾക്കാരെ മാത്രമേ തിയേറ്ററിൽ കയറ്റുന്നുള്ളൂ. നുഴഞ്ഞ് കയറി ഇവരൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക 2 പിള്ളേർ അണ്ടർ 18 ആയതുകൊണ്ട് സ്റ്റാഫ് വന്ന് അവർ തിയേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടായി. റീഫണ്ടും കൊടുത്തിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ 18+ ആയിട്ടുള്ളവർ മാത്രം കാണാൻ പോകുക. കാരണം ഭയങ്കര വയലൻസ് ഉണ്ട്. നല്ല രീതിയിൽ ബ്ലഡ്, ചോര പുഴയാണ് ടുവേർഡ്സ് ദി എൻഡ്. നമ്മുടെ ഈവിൾ ഡെഡ് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടോ, റീബൂട്ട്? അത്രയൊക്കെ തന്നെ ചോര ഇതിനകത്തും ഉണ്ടെന്ന് പറയേണ്ടി വരും. അത് പൊട്ടിത്തെറി ഒരാള് ഒരാളല്ല പലരും ഇങ്ങനെ ബേസ്റ്റ് ചെയ്ത് മാംസമൊക്കെ ചേതറി കുടൽമണ്ടൊക്കെ ഇങ്ങനെ തെറിച്ചു പോകണം. അങ്ങനത്തെ ടൈപ്പ് സീനൊക്കെ ഉണ്ട്. ചോരപ്പുഴ കുറെ അങ്ങനത്തെ ടൈപ്പ് സീനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 18+ ആണ്. നല്ല രീതിയിൽ പ്രൊഫാനിറ്റി ഉണ്ട്, നല്ല രീതിയിൽ തെറിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. A-rated മൂവിയാണ്. ഈ കൊച്ചിനെ കണ്ടിട്ട് നിങ്ങൾ എന്താണ് സംഭവം എന്ന് ഏകദേശം നിങ്ങൾക്ക് നല്ലപോലെ ശ്രദ്ധിച്ചാൽ ഊഹിക്കാം. എന്തായാലും ഞാൻ പ്ലോട്ട് പറയുന്നില്ല. അത് ഒന്നും അറിയാത്തവർ അല്ലാതെ തന്നെ പോയി കാണുക. ട്രെയിലർ കാണാതെ പോയി തിയേറ്ററിൽ കണ്ട രസമായിരിക്കും എന്നാണ് എനിക്ക് ഉള്ള ഒരു അഭിപ്രായം. എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. ഇതൊരു ഗംഭീര പടം അങ്ങനെയൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇറ്റ് വാസ് വെരി എൻജോയബിൾ. സമയം പോയത് അറിഞ്ഞില്ല. 1 മണിക്കൂർ 56 മിനിറ്റ് പടമുള്ളൂ. ടപ്പേന്ന് പറഞ്ഞാണ് പടം പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടം കൂടിയാണ് എന്തായാലും. അപ്പോൾ ഇതൊരു കാറ്റമോസ് ഗെയിം പോലെയുള്ള സെറ്റപ്പും ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് അങ്ങനെ ഒരുപാട് വലിയ ട്വിസ്റ്റുകൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ സംഭവം എൻ്റർടൈനിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഭയങ്കര ഗംഭീര പടം അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി എൻജോയബിൾ ഇൻ ദ തിയേറ്റർ. എസ്പെഷ്യലി ഞാൻ PVRൽ കണ്ടുകൊണ്ട് 129 രൂപയായിരുന്നു ടിക്കറ്റ്. ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് 150 കാരണം ബുക്കിംഗ് ചാർജ് വന്നുകൊണ്ട്. പക്ഷേ ഫോർ ദ പ്രൈസ് ഓഫ് 129 റുപ്പീസ് പോട്ടെ, ബുക്കിംഗ് ചാർജ് ചേർത്ത് ഫോർ 150 സംതിങ് റുപ്പീസ് ഇറ്റ് വാസ് thoroughly എൻജോയബിൾ. അത് ഞാൻ പറയും. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പിന്നെ എനിക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിയേറ്റർ ലേസർ അല്ല എന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്ത്. ഈ തിയേറ്റർ എന്നോട് ലേസർ ആയിരുന്നു പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ച് പോയേനെ. കാരണം അത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു ഇന്ന് ഞാൻ കണ്ട തിയേറ്ററിലെ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇത് എന്നോട് PVR പറഞ്ഞത് ലേസർ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണുമുട്ടി വിശ്വസിച്ചേനെ. കാരണം എനിക്ക് അത്ര തോന്നില്ല. ഇനി പുതിയ പ്രൊജക്ടറിന്റെ ഗുണമാണ്, ഏറ്റവും പുതിയ ജനറേഷനിലെ പ്രൊജക്ടറിന്റെ ഗുണമാണെന്ന് അറിയില്ല. സെൻ പ്രൊജക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ സൗണ്ട് 7.1 ആയിരുന്നു, പക്ഷേ എന്നാലും നല്ല രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു പടം. അപ്പോൾ ഈ പടത്തിന്റെ സൗണ്ട് മിക്സിന്റെ ഗുണമാണോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയുടെ ഗുണമാണോ എനിക്കറിയില്ല. എന്തായാലും ഇത് സ്ക്രീൻ 7 കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ഒരു നോർമൽ തിയേറ്റർ കാണുന്ന ഒരു എഫക്റ്റേ അല്ല എനിക്ക് കിട്ടിയത്. ഞാൻ വീണ്ടും പറയണം, ഫോർ ദ പ്രൈസ് ഓഫ് 129 റുപ്പീസ് കിട്ടില്ലായിരുന്നു. എനിക്ക് പൈസ നഷ്ടമായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് എന്തുകൊണ്ടും വർതി ഓഫ് ദ മൈ ടിക്കറ്റ് പ്രൈസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ
ഇവിടെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ തിയേറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഈ സിനിമ വനിത കണ്ടിരുന്ന കുറച്ചും കൂടി അടിപൊളി തന്നെ, അല്ലെങ്കിൽ ഈ സിനിമ PXL കണ്ടിരുന്ന പൊളിച്ചാനൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എൻ്റെ ആസ്പെക്ട് റേഷ്യോ മറ്റേ അൾട്രാവൈഡ് ആസ്പെക്ട് റേഷ്യോ ആയിരുന്നു. സ്ക്രീൻ അൾട്രാവൈഡ് ആയതുകൊണ്ട് സ്ക്രീൻ നിറഞ്ഞു കഴിഞ്ഞ് ഇരുന്ന് വെച്ചു. ഐമാക്സ് സെറ്റപ്പ് പടമൊന്നും അല്ല, പക്ഷേ അടിപൊളിയായിരുന്നു. നല്ലൊരു എൻജോയബിൾ മൂവി. പെട്ടെന്ന് തീർന്നു പോയ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. സീക്വൽ ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ല. ഈ ഡയറക്ടർ ഒരുപാട് സീക്വൽ എടുക്കുന്ന ഒരാളായതുകൊണ്ട് എടുത്തു കൂടാന്നില്ല, എടുക്കാനുള്ളൊരു പ്ലോട്ടും ഉണ്ട്. പക്ഷെ സീക്വലിനായിട്ട് എന്തെങ്കിലും ഇട്ട് വെച്ചതായിട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ടുവേർഡ്സ് ദി എൻഡ് മറ്റേ കുറേ സിനിമകളിലല്ലേ മറ്റേ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കും ഒരു കൈവരല്, അങ്ങനെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻഡ് ക്രെഡിറ്റ്സ് മിഡ് ക്രെഡിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പടത്തിൻ്റെ മ്യൂസിക്കും നൈസൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് എൻ എൻജോയബിൾ മൂവി. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല. ആരും വെറുപ്പിക്കലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ലൊരു ക്വാളിറ്റി പടം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ജംപ് സ്ക്വയർ ടൈപ്പ് ഓഫ് ഹൊറർ അങ്ങനെയല്ല. മൂമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരു ടൈപ്പ് പടമല്ല. അങ്ങനത്തെ ലെവലിൽ പടം കാണണമെങ്കിൽ എനിക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട്, ടോക്ക് ടു മീ. ഓസ്ട്രേലിയയിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് കൂടി എടുത്തൊരു സിനിമയാണ്. കിട്ടുന്ന പടം. ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. ഞാൻ കണ്ടത് എനിക്ക് വലിയ പിടിക്കാഞ്ഞൊരു തിയേറ്ററിലാണ്. എന്നിട്ട് പോലും കിട്ടില്ല സൗണ്ടായിരുന്നു. അവിടെ പ്രൊജക്ഷൻ അവിടുത്തെ ചെറിയ പ്രശ്നം, സൗണ്ട് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷെ അതൊക്കെയായിരുന്നു എനിക്ക് വനിതയിലോ അല്ല BXL IMAX-ലോ കാണണമെന്ന് തോന്നിപ്പോയ പടം. കിട്ടിലും പടം വരുന്നത്. ടോക്ക് ടു മീ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു. ആമസോൺ പ്രൈമിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ നല്ല സൗണ്ട് എഫക്റ്റിലോ അല്ലെങ്കിൽ നല്ലൊരു സെനൈസറിൻ്റെയോ അല്ലെങ്കിൽ JBL-യോ എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി സോണിയുടെ ഒക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് കണ്ടു നോക്ക്. നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ള ഒരു ഹെഡ്സെറ്റ് ആണെങ്കിൽ ആപ്പിളിൻ്റെ ഒക്കെ ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ പടം കണ്ടു നോക്ക്. ഗംഭീര എഫക്റ്റ് ആയിരിക്കും. കുറ്റിലും പടമായിരുന്നു ടോക്ക് ടു മീ. അപ്പോൾ എന്തായാലും ആബിഗേൽ എനിക്ക് തിയേറ്ററിൽ കണ്ടതിൽ ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്തില്ല. ഇഷ്ടപ്പെട്ടു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രോസൺ എംപയർ ഞാൻ ഓൾറെഡി നേരത്തെ പടം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തിയേറ്ററിൽ പോയി കണ്ടില്ല. മങ്കി മാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ബാൻഡാന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഞാനിരുന്ന് കാണേണ്ടി വരും. മറ്റേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാണാം. അപ്പോൾ രാവിലെ പവി കെയർടേക്കർ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഭിപ്രായമായിട്ടുണ്ട്. ഓൾറെഡി ഇട്ടാണ്, അതും എടുത്ത് കണ്ടുനോക്കാം. എനിക്കൊരു ക്യൂറിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹൊറർ കുറച്ച് മൂവീസിൻ്റെ പേര് എനിക്കും റെക്കമെൻഡ് ചെയ്യും. കാണത്താണെങ്കിൽ എനിക്ക് കാണാമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്ററിൻ്റെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും, അറിയാനൊരു ആഗ്രഹം. അപ്പോൾ മറക്കണ്ട, ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എടുത്ത വീഡിയോസ് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, പരിഗണിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.